കേരളത്തിൽ അതിശക്തമായ മഴയിൽ വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മഴക്കെടുതികൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി വീടുകൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ദുരിതം അനുഭവിക്കുന്നത് ഈ തീരദേശങ്ങളിൽ ഉള്ളവർ ആണ്. അവർ ആണിപ്പോൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഡാനി പോളിലേക്ക് ആദ്യം പോകുന്നു. ഡാനി, കാലങ്ങളായുള്ള പ്രതിഷേധമാണ്, അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴും നടക്കുന്നത്. എടവനക്കാടുള്ള നാട്ടുകാർ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ, ശക്തമായ സമരമാണ്, അതിശക്തമായ കടലാക്രമണമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. പതിറ്റാണ്ടുകളായി ഈ ദുരിതം തുടരുന്നു. യാതൊരു പ്രതിവിധിയും ശാശ്വതമായി ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ സമരത്തിലേക്ക് അവർക്ക് നീങ്ങേണ്ടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേയധികം നാളുകളായി, വർഷങ്ങളായി അനുഭവിക്കുന്ന അവരുടെ ദുരിതം, ആ ദുരിതത്തിന് യാതൊരു രീതിയിലുള്ള പ്രതിവിധിയും ഉണ്ടാകുന്നില്ല. സ്ഥിരമായ ഒരു കടൽ ഭിത്തി വേണമെന്ന അവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അവർ ആ തീരദേശത്ത് അത്രയും തന്നെ പഴക്കം അവരുടെ ആവശ്യത്തിനുണ്ട്. പക്ഷെ അതിനോട് മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ യാതൊരു രീതിയിലുമുള്ള അനുകൂല സ്വഭാവത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് പോകാൻ അവരെ നിർബന്ധിതരാക്കുന്നത്. അത് ഏറ്റെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തിയിരുന്നു. ഇവർക്ക് പുലിമുട്ടടക്കം നിർമ്മിക്കുന്ന കാര്യങ്ങൾക്ക് ബജറ്റ് അലോക്കേഷൻ അടക്കം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് അത്തരം ഒരു നടപടികളിലേക്ക് പോകാത്തതെന്ന് അവരോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ പറഞ്ഞത് അത് മുൻഗണനാ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമെന്ന് കളക്ടർ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരത്തിലേക്ക് നീങ്ങുന്നതിന് സ്ത്രീകളടക്കമുള്ളവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എടവനക്കാട് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈപ്പിലെ ഇരുഭാഗങ്ങളിലുമായിട്ട് ഗതാഗതം മുറിഞ്ഞിരിക്കുന്നു. മണിക്കൂറുകളായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. ആളുകൾ നടന്നാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും സർക്കാർ ഒരു ഉറപ്പ് നൽകാതെ പിൻവലിക്കില്ല എന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. സർക്കാർ കഴിഞ്ഞ 20 വർഷമായിട്ട് 2004 സുനാമി ദുരന്തമുണ്ടായ ആ സമയത്ത് മുതൽ ഇന്നുവരെ ഒരു കല്ലെടുത്തു വെക്കാനായിട്ട് ഒരു സർക്കാരും കഴിഞ്ഞിട്ടില്ല. 4 പ്രാവശ്യമായിട്ട് 20 വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ്. ഈ കഴിഞ്ഞ വർഷത്തിൽ ഇവിടെ കളക്ടർ വന്ന് ഉറപ്പു നൽകിയാണ് ഈ വലിയ ദുരന്തത്തിന്റെ മുകളിലേക്ക് എല്ലാ തഹസിൽദാരും ഗവൺമെന്റ് അധികാരികളും വന്ന് പറഞ്ഞ് ഈ ഒരു വർഷത്തിലുള്ള യുദ്ധകാലാടിസ്ഥാനത്തിൽ 55 കോടി രൂപ പെട്രോൾ പാർ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിന്റെ ആ ശീതള ഛായയില് അവർ കഴിയുന്നതല്ലാണ്ട് സാധാരണക്കാരന്റെ ഈ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു കാര്യം ചെയ്യാതെ അനാസ്ഥയാണ് ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്നെ ഇത് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്കെന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അതാണ് സത്യം. ഈ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തിടത്തോളം കാലം മരിക്കുന്നവരെ സമരം ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. അതിന് വ്യക്തമായ നിർദ്ദേശം കിട്ടി. എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ തീർച്ചയായും മരിക്കുന്നവരെ ഈ റോട്ടിൽ തന്നെ കിടക്കണമെന്ന് തീരുമാനിച്ചു. അഭിലാഷ, സമരം തുടർന്നുകൊണ്ട് പോകുമെന്ന കാര്യത്തിൽ അവർ തീർത്തും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം യാതൊരു രീതിയിലും സമരം പിൻവലിക്കുന്ന വിഷയമില്ല എന്ന് തന്നെ അവർ വ്യക്തമാക്കുന്നു. എന്തായാലും സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സ്ത്രീകൾ അടക്കമുള്ളവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ചയിലേക്കും പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു. പോലീസ് അടക്കം വലിയ രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പക്ഷേ ഇതിൽ ചർച്ചകൾക്ക് പ്രസക്തിയില്ല, തീരുമാനങ്ങൾക്ക് മാത്രമേ ഇനി പ്രസക്തിയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അത് നിയമസഭയിൽ പ്രഖ്യാപനമായി വരികയും തങ്ങളുടെ വിഷയങ്ങൾക്ക് ശാശ്വതമായ രീതിയിലേക്ക് പരിഹാരം വേണമെന്നും അവർ പറയുകയും ചെയ്യുന്നു. അല്ലാതെ ഈ സമരം പിൻവലിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും വൈപ്പിൻ ദ്വീപ സമൂഹങ്ങളായിരുന്നൊരു സമയം മുതൽ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. പിന്നീട് പാലം യാഥാർത്ഥ്യമാകുന്നു. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾക്ക്, അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് ഇതുവരെയും പരിഹാരമുണ്ടാകുന്നില്ല എന്ന് തന്നെ അവരുടെ ഈ സമരം വ്യക്തമാക്കുന്നു. വൈപ്പിൻ, നായരമ്പലം, അണിയിൽ ബസാർ പോലുള്ള പ്രദേശങ്ങൾക്ക്
സുനാമി പോലെ വലിയ വിഷയങ്ങളുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. 5ഓളം പേർ മരിച്ച എറണാകുളം ജില്ലയിലെ ഒരു പ്രദേശം കൂടിയാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെ ഒരു വിഷയം കടൽഭിത്തി തന്നെയാണ് തീരദേശ മേഖല. പക്ഷേ അതിന് പരിഹാരമുണ്ടാകുന്നില്ല എന്ന് തന്നെയാണ്. അതിന് കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകളില്ലാതെ തങ്ങൾ സമരം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് വൈപ്പിൻകാർ. അത് തീർച്ചയായും വൈപ്പിൻ മേഖലയിലുള്ളവർ വലിയ പ്രതിസന്ധി നേരത്തെ തന്നെ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ചുറ്റും വെള്ളം ആണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. അതേസമയം കുടിവെള്ളത്തിന് പോലും രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ അതിരൂക്ഷമായ കടലാക്രമണം. അവരുടെ ഭൂമികൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു, കുടുംബങ്ങൾ നഷ്ടമാകുന്നു, വീടുകൾ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇവിടെ ഡാനി, ഈ പ്രതിഷേധക്കാർ പറയുന്നത് പോലെ ഇത് എത്രയോ കാലമായി സുനാമി ഉണ്ടായ ഘട്ടം മുതൽ ഇവരുടെ നിരന്തരമായ ആവശ്യങ്ങൾ ആണ് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന്. അതിന് നിരവധിയായ പഠനങ്ങൾ നടക്കാറുണ്ട്. പലതരത്തിലുള്ള സംവിധാനങ്ങൾ സർക്കാർ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ ശാശ്വതമായൊരു പരിഹാരം അവർക്ക് ലഭിക്കുന്നില്ല. അത് ഉണ്ടാകാതെ ഇനി പിന്നോട്ടില്ല എന്ന നിലപാടിലാണോ സമരക്കാർ? അതേ നിലപാടിൽ തന്നെയാണ് അഭിലാഷ്. കാരണം ഇതിന് ഒരു പരിഹാരം കൃത്യമായ രീതിയിൽ തന്നെ വേണം. ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല എന്ന് അവർ പറയുന്നു. കാരണം ഇതിൽ ആർക്കും പങ്കെടുക്കാവുന്ന ഒരു സമരം എന്ന രീതിയിലേക്ക് മാറ്റുന്നു. ഇത് പൊതുജനങ്ങളുടെ ഒരു വിഷയം തന്നെയാണ്. ഇതൊരു ജനകീയ സമരസമിതി എന്ന രീതിയിൽ ചേർന്നൊരു കൂട്ടായ്മയാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ചർച്ച നടത്തുന്നു. പക്ഷെ അതിനൊന്നും ഫലമുണ്ടാകുന്നില്ല. ഇവരുടെ വിഷയങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിൽ ഒരു നടപടിയില്ലാത്തതെന്നാണ് പൊതുവായി ഉയരുന്ന ചോദ്യം. നമുക്ക് ചെല്ലാനം പ്രദേശത്ത് അറിയാം. ചെല്ലാനം പ്രദേശത്ത് ടെട്രാപോഡ് അടക്കമുള്ള സംവിധാനങ്ങൾ നിരത്തിക്കൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ തന്നെ അവിടെ ഒരുക്കങ്ങൾ സൃഷ്ടിക്കാനായിട്ട് എല്ലാം തന്നെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പുറത്തേക്ക് കണ്ണമാലിയിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ കണ്ണമാലി ആ ഭാഗങ്ങളിലെ ആ ഒരു കോസ്റ്റൽ ബെൽറ്റിലും ഇനിയും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുണ്ട്. ഇന്ന് അവിടെ ഒരു വീട് തകർന്നിട്ടുണ്ട്. അപ്പോൾ ഈ തീരദേശ മേഖലകൾ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ, പ്രതിസന്ധികളെല്ലാം തന്നെ നേരിടുമ്പോൾ അതിലേക്ക് കൃത്യമായൊരു ഇടപെടൽ വേണം. അതിൽ കണ്ണമാലിയെന്നോ വൈപ്പിനെന്നോ യാതൊരു വ്യത്യാസവുമില്ല. തീരദേശ മേഖലകളിലെ ജനങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് വൈപ്പിനടക്കം പുലിമുട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. വൈപ്പിന് ഇതിനു മുൻപും പലതവണ സമരങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കുടിവെള്ളം അടക്കമുള്ള അടിസ്ഥാന വിഷയങ്ങൾ, തീർത്തും അടിസ്ഥാന വിഷയങ്ങൾ ഊന്നിയാണ് ഇവർ സമരം ചെയ്യുന്നത്. അതിനാണ് നാളിത്രയായിട്ടും അതിന് ഒരു നടപടിയില്ലാത്തത് എന്നാണ്. ഒരു വശത്തെ കൊച്ചി വലിയ രീതിയിൽ വളരുമ്പോൾ അതിനപ്പുറത്തേക്ക് വൈപ്പിനും കണ്ണമാലിയും പോലുള്ള പ്രദേശങ്ങളിൽ ഇത്തരം ഈ കടലാക്രമണം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പിന്നോക്കാവസ്ഥയാണ് നിലനിൽക്കുന്നത്. അത് ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാനായിട്ട് കഴിയണം. കാരണം അത് കഴിയുമെന്ന് ചെല്ലാനം മോഡലിൽ തെളിയിച്ചതാണ്. അപ്പോൾ ഇപ്പുറത്തേക്കുള്ള തീരദേശവാസികളുടെ വിഷയങ്ങൾ കൂടി അതിനെ കൂടി അഡ്രസ് ചെയ്യാൻ അധികാരികൾ തയ്യാറാകണം. അത് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ട് അധികാരികൾ ഇവിടേക്ക് വരുന്നില്ല എന്ന് അവർ ചോദിക്കുന്നു. കഴിഞ്ഞ 2 മണിക്കൂറായി ഈ ഉപരോധ സമരം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ഇത് തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന് അവർ വ്യക്തമാക്കുന്നു. നിയമസഭയിൽ ഇപ്പോൾ നടക്കുന്ന നിയമസഭയിൽ അതിനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം. അത് കൃത്യമായ രീതിയിലുള്ള ഒരു അറിയിപ്പായിട്ട് പുറത്തു വരണം. അല്ലാത്ത പക്ഷം ഈ സമരം തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറയുന്നു. അല്പസമയം മുമ്പ് ഈ സമരപന്തലിലേക്ക് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ അടക്കം എത്തുന്നുണ്ട്. അതായത് മുഴുവൻ പേരുടെയും പിന്തുണ ഇവർക്കുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്ന് ആർക്കും മാറി നിൽക്കാനും കഴിയില്ല. കാരണം ആ വിഷയങ്ങൾ അത്ര കണ്ട് സത്യസന്ധമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കടലാക്രമണം ആ ഒരു സമയത്തേക്ക് വരുമ്പോൾ, വെയിലേറ്റ സമയത്തേക്ക് വരുമ്പോൾ വീടുകളിലടക്കം വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ പലകുറി ഇത്തരം വാർത്തകളിലൂടെ അതെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. നമ്മൾ മാത്രമല്ല മറ്റ് മാധ്യമങ്ങളടക്കം ഇതെല്ലാം തന്നെ വിഷയത്തിൽ കൊണ്ടുവരുന്നത്. ഇതെല്ലാം പൊതുബോധ്യവുമുള്ളതാണ്. പക്ഷേ നടപടികൾ മാത്രമുണ്ടാകുന്നില്ല. അത് എന്തുകൊണ്ട് എന്ന സാധാരണക്കാരന്റെ ഒരു ചോദ്യം തന്നെയാണ് ഈ മഴയത്ത് ഈ നടുറോഡിൽ കുത്തിയിരുന്നു കൊണ്ട് അവർ ചോദിക്കുന്നത്. അഭിലാഷ്, അതാണ് ഈ പെരുമഴയത്ത് നടുറോഡിൽ കുത്തിയിരുന്നു കൊണ്ട് സമരം ചെയ്യേണ്ട ഗതികേടുണ്ട് കൊച്ചിയിലെ വൈപ്പിനിലെ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക്. പ്രത്യേകിച്ച് നഗര കാഴ്ചകളും വികസന കാഴ്ചകളും ഒക്കെ ഉയർത്തി കാണിക്കുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്ത് ഇത്തരം ദുരിതങ്ങൾ കൂടി അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവർ.